ഹലോ ആൾ, എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ കാണുന്ന റോസ് വെറൈറ്റി രണ്ട് തരത്തിൽ അറിയപ്പെടാറുണ്ട്. ഒന്ന് ഇമ്പറേറ്റീവ് ഫറ എന്നും അതുപോലെ ഇമ്പറട്രൈസ് ഫറ എന്നും അറിയപ്പെടുന്ന ഒരു റോസ് വെറൈറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഹൈബ്രിഡ് ടീ റോസ് ആണ്. 1986 ഫ്രാൻസിൽ ഈ ഒരു ബ്രീഡ് കണ്ടുപിടിക്കപ്പെട്ടത്. ഏതായിരുന്നാലും ഈ ഒരു റോസ് വെറൈറ്റിക്ക് ഇന്നും നല്ല ഡിമാൻഡാണ്. അത്യാവശ്യം നല്ല പ്രൈസോടും കൂടിയിട്ടാണ് നമുക്കിത് അവൈലബിൾ ആകാറുള്ളത്. ഈ റോസ് വളർത്തിയിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു പ്രത്യേകതയാണ്, ഇതൊരു സ്ലോ ഗ്രോത്ത് ആയിട്ടുള്ള ഒരു റോസ് വെറൈറ്റിയാണ്. പക്ഷേ ഇത് വളർന്നു തുടങ്ങിയാൽ ഇതുപോലെ വലിയ വലിയ ബ്രാഞ്ചസോട് കൂടിയിട്ട് വലിയ പൂക്കൾ തന്ന് വളർന്ന് പടർന്ന് പന്തലിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ഫ്ലവർ ഫുള്ളായിട്ട് വിരിഞ്ഞ് 28 ദിവസം വരെ കണ്ടിന്യൂസ് നിൽക്കും എന്നൊരു കേട്ടുകേൾവി ഈ ഒരു റോസിനെ കുറിച്ചുണ്ട്. ഫ്രഷായിട്ട് ഇതേ കളറിൽ അത്രയേറെ കാലാവധി പറയാൻ കഴിയില്ല എങ്കിലും ഒരുപാട് ദിവസങ്ങൾ ഈ പൂവ് ചെടിയിൽ നിൽക്കാറുണ്ട്. ഡച്ച് റോസുകളെ പോലെ പെറ്റൽസ് ഡ്രൈ ആയാലും അത് ചെടിയിൽ തന്നെ കുറേ കാലം നിൽക്കും, കട്ട് ചെയ്തില്ലെങ്കിൽ. ഡച്ച് വെറൈറ്റികൾ പോലെ നല്ല വലിപ്പമുള്ള റോസ് ആയതുകൊണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ വിരിയാറുള്ളത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ തണ്ടുകളിൽ നിൽക്കുന്ന മുള്ളുകൾ. ചിലപ്പോൾ ഫ്ലവേഴ്സ് ഇല്ലാതെ നമുക്ക് സെയിലിനായിട്ട് ഫറ റോസ് വരുമ്പോൾ നമ്മളതിനെ ഐഡൻറ്റിഫൈ ചെയ്യാറുള്ളത് അതിൻ്റെ മുള്ളുകൾ കൊണ്ടാണ്. ആ മുള്ളുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് കാണാൻ. വളരെ ഹൈറ്റ് വെച്ചിട്ട് പോകുന്ന തണ്ടുകളാണ് ഈ റോസിനുള്ളത്. അതിൻ്റെ മൊട്ടുകൾക്ക് അത്ര കണ്ട വലിപ്പമില്ലെങ്കിലും പൂക്കൾ ഫുള്ളായിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള റോസാണ്. പൂക്കൾ പരന്നിട്ടല്ല, കുറച്ച് ഹൈറ്റോട് കൂടിയിട്ടാണ് ഉള്ളത്. ഇത്രയും പ്ലാന്റ്സ് കൂടി നമുക്കിപ്പോൾ ബാക്കിയുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും വേഗം മെസ്സേജ് അയയ്ക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ.